Sir. Sir, already going on, sir. 6:30 was the time, sir. They all come and it's already halfway through, sir. We have not given any sensitive information, sir. We have only said that investigation, all questions investigation is going on, and we are looking at it. But of course, we have told that army is sitting and the embassy and details are already investigation. പ്രസ് ബ്രീഫ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. ഓ മൈ ബട്ട് സാർ, സാറ് വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നതല്ലേ? നിയമപരമായി വാങ്ങിയ വാഹനം തിരികെ വിട്ടു തരണമെന്നാവശ്യപ്പെട്ട് ദുൽഖർ സൽമാൻ കോടതിയിലെത്തിയിരിക്കുകയാണ്. ദുൽഖർ എന്തായാലും നല്ല കാര്യമാണ് ചെയ്തത്. കസ്റ്റംസുകാർ പിടിച്ചെടുത്ത വാഹനം തിരിച്ചു കിട്ടണം എന്നാവശ്യപ്പെട്ട് പുള്ളി ഹൈക്കോടതിയിലാണ് പോയിരിക്കുന്നത്. എല്ലാ രേഖകളുമുള്ള വാഹനം ഒന്നും പരിശോധിക്കാതെ കസ്റ്റംസ് കൊണ്ടുപോയെന്നും അതിനുശേഷം മാധ്യമങ്ങളിലൂടെ തൻ്റെ പ്രതിച്ഛായയ്ക്ക് മോശം വരുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ കൊടുത്തു എന്നുമാണ് പുള്ളി കോടതിയിൽ ആരോപിച്ചിരിക്കുന്നത്. എന്നാൽ അവിടെ കൊണ്ടും കാര്യങ്ങൾ തീരുന്നില്ല. ഇപ്പോൾ പുതിയ വിവരം കൂടി പുറത്തു വരുന്നു, ബാക്കി വാഹന ഉടമകൾ കൂടി ആ വഴിക്ക് നീങ്ങുകയാണ് എന്ന്. എന്തായാലും സാറിൻ്റെയും സാറിൻ്റെ കൂടെയുള്ളവരുടെയും ചോച്ചിലിന് ചെറിയ ഒരു ആശ്വാസമാകുന്ന കാര്യമായിരിക്കും ഇത്. ഒരു സാധാരണക്കാരനെതിരെ സർക്കാർ സംവിധാനങ്ങൾ ഇങ്ങനെയൊരു നീക്കം നടത്തിയാൽ സഹിക്കാൻ മാത്രമേ മാർഗമുള്ളൂ. എന്നാൽ ദുൽഖർ സൽമാൻ ആകുമ്പോൾ അങ്ങനെ സഹിച്ച് മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല. നല്ല നിയമ ഉപദേശവും കോടതിയിൽ കേസ് കളിപ്പിക്കാനുള്ള പണവും കയ്യിലുണ്ട്. ഈ വിഷയത്തിൽ അപ്പോൾ പുള്ളി ഒരു ഇൻഫ്ലുവൻസറായി മാറി. പൊതുജനങ്ങളുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്യുക എന്നതാണ് സർക്കാർ സംവിധാനങ്ങളുടെ ഒരു പ്രത്യേകത തന്നെ. അറിയാമെങ്കിൽ പോലും സർക്കാരുമായി പൊരുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ദുൽഖർ സൽമാൻ്റെ വണ്ടിയുടെ നേരത്തെയുള്ള 2 ഉടമസ്ഥരെ അറിയാമെന്നാണ് ദുൽഖർ പറയുന്നത്. ഈ 2 ഉടമസ്ഥാവകാശങ്ങളും കൈമറിഞ്ഞിരിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളിലൂടെ തന്നെയാണ്. അതെല്ലാം കഴിഞ്ഞ് ഇത് കള്ളക്കടത്ത് വണ്ടിയാണെന്ന് പറഞ്ഞു വരുന്നതിൽ ഒരു കാര്യവുമില്ല. അതിന് മുന്നിലേക്കുള്ള ഉടമസ്ഥാവകാശമൊന്നും പരിശോധിക്കാനോ അതിൻ്റെ ആധികാരികത ഉറപ്പിക്കാനോ ഉള്ള ബാധ്യതയോ സംവിധാനമോ ഒരു പൗരനില്ല. നികുതി വാങ്ങുന്ന സർക്കാർ തന്നെ അത് ചെയ്യണം. അവിടെ വീഴ്ച വരുത്തിയിട്ട് പൗരനെ ഉപദ്രവിക്കാൻ ഇറങ്ങുന്നത് ശരിയായ നടപടിയല്ല. ഈ ഒരു കേസിൽ വണ്ടി വിട്ടുകിട്ടുക എന്നത് മാത്രമല്ല ദുൽഖർ സൽമാൻ ലക്ഷ്യമിടുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പുള്ളിയുടെ പേരും ചേർത്ത് തീവ്രവാദം, സ്വർണ്ണക്കടത്ത്, ആയുധക്കടത്ത്, മനുഷ്യക്കടത്ത് എന്നൊക്കെ ആരോപിച്ച് മാനനഷ്ടം വരുത്തിയതിന് കോടികൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഒരു കേസ് കൂടി ഫയൽ ചെയ്യുമെന്നാണ് വിവരങ്ങൾ. പാവപ്പെട്ട പൊതുജനങ്ങളെ വെറും ചെണ്ടയാക്കി മാറ്റി കൊട്ടുമ്പോൾ പൗരപ്രമുഖരെങ്കിലും പ്രതികരിച്ച് തിരിച്ചൊരു പണി കൊടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ് ജനങ്ങൾ. അങ്ങനെയെങ്കിലും ഇത്തരം ഇൻഡാസും കൊണ്ട് ഇറങ്ങുന്നതിന് മുൻപ് സർക്കാർ ഉദ്യോഗസ്ഥർ 2 വട്ടം ഒന്ന് ആലോചിക്കട്ടെ. ഇനി ഇതിനു പിന്നിലെ മറ്റൊരു പൊളിറ്റിക്സ് കൂടി പറയാം. ഈ ലോകത്ത് ഏറ്റവും അധികം അസൂയാലുക്കൾ ജീവനോടെയുള്ളത് ഈ കേരളത്തിലാണ്. അതിൽ തന്നെ ഏറ്റവും അധികമുള്ളത് വാഹനങ്ങളുടെ ക്ലബ്ബുകളിലും വാട്സപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലുമാണ്. ഇവന്മാർക്ക് മറ്റൊരുവൻ നല്ല വണ്ടി വാങ്ങിക്കുന്നതോ കൊണ്ടു നടക്കുന്നതോ സഹിക്കില്ല. ഒരു പ്രത്യേക ബ്രാൻഡ് ബൈക്കിൻ്റെ ക്ലബിൽ കാര്യമായി മീറ്റപ്പ് നടത്താത്തതിൻ്റെ കാരണം കേൾക്കണം. ആ ക്ലബിൻ്റെ ഭാരവാഹികൾ ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒറിജിനൽ ഇൻഡിക്കേറ്ററുള്ള വണ്ടികൾ കുറവാണ്. ഇനി അതെങ്ങാനും ഒപ്പിച്ച് ഫിറ്റ് ചെയ്താൽ ചിലർ അത് കണ്ട് സൂത്രത്തിൽ അടുത്തുകൂടി ഒടിച്ചു കളയും. അതുകൊണ്ട് ഞാൻ എൻ്റെ വണ്ടി പോലും മീറ്റിന് കൊണ്ടുപോകില്ല. എങ്ങനെയുണ്ട്? ബൈക്കിൻ്റെ കഥ ഇതാണെങ്കിൽ ലാൻഡ് ക്രൂസറിൻ്റെയും ലാൻഡ് റോവറിൻ്റെയും കാര്യം പറയണോ? കാര്യമായ നിയന്ത്രണങ്ങളോ 100% ഇമ്പോർട്ട് ഡ്യൂട്ടിയോ ഇല്ലാതിരുന്ന കാലത്ത് ധാരാളം വാഹനങ്ങൾ കടൽ കടന്ന് ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. അതിൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വാഹനങ്ങൾ പോലുമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലെത്തപ്പെട്ട വാഹനങ്ങളെ പോലും വെറുതെ വിടില്ല എന്ന മട്ടിലാണ് കുറേ എണ്ണം കുന്തവും കുറിപ്പിച്ച് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ആ കുന്തങ്ങൾ സ്വന്തം ആസനത്തിലാണോ കയറുന്നത് എന്നാണ് ഇനി അറിയാനുള്ളത്. കോട്ടിട്ട് പത്രസമ്മേളനം നടത്തിയ സാറിനോട് പറയാനുള്ളത്, സാർ പോകരുത്, ഇവിടെ തന്നെ കാണണം.
എന്നിട്ട് ഇതുകൂടി കേൾക്കണം. ദുൽഖറിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു, വണ്ടികൾ പിടിച്ചുകൊണ്ട് പോകുന്നു, പൃഥ്വിരാജിൻ്റെ അടുത്ത് വണ്ടികൾ പിടിച്ചുകൊണ്ട് പോകുന്നു, അമിത് ചക്കാലകളുടെ അടുത്ത് വണ്ടികൾ പിടിച്ചുകൊണ്ട് പോകുന്നു. പക്ഷേ പൃഥ്വിരാജും ദുൽഖറും ഇല്ലാണ്ട് റിയാക്ട് ചെയ്യുന്നില്ല. പക്ഷേ അമിത് ചക്കാലകൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്ന് കേട്ടു നോക്കി എന്താ സംഭവം എന്ന്. ആദ്യം ഈ ഓപ്പറേഷൻ നുംകൂർ എന്താ അറിയണ്ടേ? അപ്പോൾ നുംകൂർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഭൂട്ടാനീസ് പദമാണത്. ഭൂട്ടാനീസിൽ വണ്ടി എന്നാണ് അതിനർത്ഥം. അപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. ഓപ്പറേഷൻ നുംകൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികളുമായിട്ട് സംബന്ധിച്ചുള്ളൊരു കാര്യമായിരിക്കാം. പിന്നെ ഈ സിനിമാക്കാരെ പെട്ടെന്ന് എന്തുകൊണ്ട് എയിം ചെയ്യുന്നുള്ള സാധനം കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അത് പ്രധാന കാര്യം എന്ന് പറയുന്നത് ഒന്ന് അവരൊരു സോഫ്റ്റ് ടാർഗറ്റാണ്. പിന്നെ പണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാക്കാരാണെന്നുള്ളൊരു സാധനം ജനങ്ങളുടെ മൈൻഡിൽ സ്വാഭാവികമായിട്ടുണ്ട്. പിന്നെ അവരെ എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടുതലായിട്ടുള്ളൊരു വൈഡ് റീച്ച് കിട്ടും. അപ്പോൾ ആ ഒരു സംഭവം വിചാരിച്ചിട്ടായി ഫസ്റ്റ് അവരുടെ പോയിട്ടുണ്ടാവും, നമുക്കതറിയില്ല. എന്നിരുന്നാലും ഇത്തരം വാർത്തകൾ വരുന്ന സമയത്ത് എന്താണ് എൻ്റെ അടിസ്ഥാനമുള്ളത് പലർക്കും അറിയില്ല. എനിക്കും സ്വാഭാവികമായിട്ട് അറിയില്ലായിരുന്നു. ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്ന സമയത്ത് ടാക്സ് വെട്ടിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളുടെ അതിർത്തി കടത്തി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന വാഹനങ്ങൾ ഇവിടെ വിൽക്കുകയും അത് വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് പ്രധാന പ്രശ്നം. അപ്പോൾ അത് എങ്ങനെ അതിനെ സോൾവ് ചെയ്യാനുള്ള ഒരു രീതിയിലാണ് ഈ പറഞ്ഞ ഓപ്പറേഷൻ നുംകൂർ വന്നിട്ടുള്ളത്. ഇതിൽ അമിത് ചക്കാലകൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കുറച്ച് അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത്. അതായത് നമ്മൾ വാർത്തകളും മറ്റു കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് പുള്ളിയുടെ പേരിൽ ഒരുപാട് വണ്ടികൾ, നമ്മൾ തന്നെ വിചാരിക്കും ഇയാൾ ഇത്ര റിച്ചാണോ, ഭയങ്കര സെറ്റപ്പാണെന്നൊക്കെ. കാരണം കുറേ കമൻസ് അങ്ങനെ വരുന്നുണ്ടേ. പക്ഷേ അദ്ദേഹം തന്നൊരു റിയാക്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ പേരിൽ ഒരേ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ, ബാക്കി വണ്ടികളെല്ലാം തന്നെയും എന്തെങ്കിലും തരത്തിലുള്ള റിപ്പയറിംഗ് വർക്ക്സിനോ മറ്റിനോ ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു യാർഡിലേക്ക് തൻ്റെ കെയർ ഓഫിൽ കൊണ്ടുപോയി. സ്വാഭാവികമായിട്ട് അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക്ഷോപ്പ് ഓണറോട് ചോദിക്കുന്ന സമയത്ത് അയാൾ പറയുന്നതാണ് ഇന്നയാളുടെ കെയർ ഓഫിൽ വണ്ടികൾ വന്നു. അപ്പോൾ ആ ഒരു പേരിലാണ് ഇത്രയും വണ്ടികൾ പുള്ളിയുടെ പേരിൽ വന്നിരിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി ഈവൻ അദ്ദേഹത്തിൻ്റെ പേരിൽ ആ ഒരു വണ്ടി, അതും അദ്ദേഹം പറയുന്നത് ഒരു 5 വർഷമായിട്ട് പ്രോപ്പർ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം അദ്ദേഹം ഉപയോഗിക്കുന്നൊരു വണ്ടിയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു വേർഷനാണ്. ഇത് ശരിയാണെങ്കിൽ സംഭവം കുറച്ച് കോമഡി ആയിട്ടുണ്ട്. പുള്ളി പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള ഇത്തരം വാഹനങ്ങളിൽ ഏകദേശം 3 വാഹനങ്ങൾ ഷോറൂമിൽ നിന്ന് തന്നെ ഇറക്കിയ വാഹനങ്ങളാണ്. അതിന് ഇൻവോയ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിന് പ്രശ്നമില്ല. എന്നാലും ഈ പറഞ്ഞൊരു ചോദ്യം ഉണ്ടല്ലോ, എങ്ങനെയാണ് ഈ ഷോറൂമിൽ നടക്കുന്ന വണ്ടികൾക്ക് വീണ്ടും ഇതിലുള്ള ടാക്സ് പ്രശ്നങ്ങൾ വരുന്നതെന്നുള്ളത്. അതൊരു വല്ലാത്തൊരു ബേജാറാണ് നമ്മുടെ സാധാരണക്കാർക്ക്. പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് 10 ദിവസമാണ് ടൈം കൊടുത്തിരിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള വണ്ടികളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും വെരിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം. അപ്പോൾ അതാത് ഓണേഴ്സ് തന്നെയാണ് വരേണ്ടത്. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ വന്നതാണെങ്കിലും ആ കറക്റ്റ് ഓണേഴ്സ് വരണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാലും പുള്ളി പറയുന്ന വേറൊരു കാര്യമുണ്ട്. കഴിഞ്ഞ വർഷം നവംബറിൽ ഇതേ വണ്ടികൾക്ക് തന്നെ ഇതേപോലെ തന്നെ വെരിഫിക്കേഷൻ നടത്തിയിരുന്നു. ഇതാ കറക്റ്റ് ഏകദേശം 1 വർഷം കഴിഞ്ഞ സമയത്ത് പിന്നെ തന്നെ നടക്കുന്നു. സ്വാഭാവികമായിട്ട് സാധാരണക്കാർക്ക് തോന്നുന്നത് ഇത് വള്ളിയാവുമെന്ന്. പക്ഷേ അറ്റ് സെയിം ടൈം അപ്പുറം നോക്കുന്ന സമയത്ത് രാജ്യസുരക്ഷ അല്ലെങ്കിൽ ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതാണ് പ്രൈം, അതാണ് അൾട്ടിമേറ്റ്, അത് നമ്മൾ ബഹുമാനിക്കാൻ തന്നെ വേണം. പക്ഷേ ഇതെങ്ങനെ ചെയ്യുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ സാധാരണക്കാരുടെ മൈൻഡിലുണ്ടാവും. ഇതിൽ ഏറ്റവും അധികം റിയാക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ JSK ഡയറക്ടറായിട്ടുള്ള പ്രവീൺ നാരായണ. പുള്ളി പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഈ പറഞ്ഞ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും കസ്റ്റംസിനെയും ഒക്കെ വെട്ടിച്ച് ഭൂട്ടാനെന്നൊരു വണ്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അതിവിടെ RTO രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ NOC മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് GST, ടാക്സ്, ഇൻഷുറൻസ് എല്ലാം അടച്ച് 5 വർഷത്തോളം ആ വണ്ടി ഇവിടെ ഉപയോഗിക്കുകയും ചെയ്ത് എന്നിട്ട് അത് പിടിക്കുന്നതിൽ എന്ത് കാര്യമാണുള്ളത്, അതെന്ത് പരിപാടിയാണെന്നാണ് പുള്ളി ചോദിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ശ്വസിക്കുന്ന വായു അല്ലാതെ ബാക്കി എല്ലാത്തിനും നികുതി അടയ്ക്കുന്നത് കളിയാക്കിക്കൊണ്ട് പുള്ളി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ വണ്ടി വാങ്ങുന്ന ആൾക്ക് മാത്രമാണോ പ്രശ്നം? ഇതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ആളുകൾ ഇത് എന്തുകൊണ്ട് ഇവർ രജിസ്റ്റർ ചെയ്യപ്പെട്ടു, ഇതെങ്ങനെയാണ് വരുന്നത്, ഇത്തരത്തിലുള്ള ആളുകൾക്ക് ആർക്കും കേസില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എന്തുകൊണ്ടായിരിക്കാം? ആ ചോദ്യം നമുക്കും എല്ലാവർക്കും പ്രസക്തമാണ്. എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ അന്യൻ സിനിമയ്ക്ക് അതൊരു സീനുണ്ട്. അതായത് വിക്രത്തിൻ്റെ അനിയത്തി മരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കേസ് കോടതിയിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെടുമുടി വേണോ ചോദിക്കും എന്താണ് ക്രൈം ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയും ആ സമയത്ത് വിളിച്ചിട്ട് എടുക്കാതെ ഫോൺ കട്ട് ചെയ്ത ലൈൻമാൻ, അതേപോലെ തന്നെ ആ റോഡ് അങ്ങനെ കുണ്ടും കുഴിയായിട്ട് പണിതിട്ടുള്ള കോൺട്രാക്ടർ, ഇവരെല്ലാവരും കുറ്റക്കാരാണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവാൻ എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ഓപ്പോസിഷൻ വക്കീൽ പറയും ഇയാൾ പറയുന്ന ഇടത്തൊന്നും ഇന്ത്യ മൊത്തം പിടിച്ചിട്ട് അകത്തിടുന്നത്, അങ്ങനെ കളിയാക്കി പറയുന്നുണ്ട്. സംഭവം അത് പ്രാക്ടിക്കൽ അല്ല. എന്നിരുന്നാലും ആ സിനിമ ഇറങ്ങിയിട്ട് 20 കൊല്ലമായി, ഇന്നും സിറ്റുവേഷൻ മാറിയില്ല എന്ന് മറ്റൊരു ചോദ്യമാണ്. കാരണം വെച്ചാൽ എപ്പോഴും ലാസ്റ്റ് അത് അനുഭവിക്കുന്ന സാധാരണക്കാരൻ മാത്രമാണ് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ, ഇന്നിപ്പോൾ സിനിമക്കാരെ വണ്ടി പിടിച്ച് അപ്പോൾ നമ്മളിങ്ങനെ ചിരിച്ച് കളിച്ച് ചെയ്താൽ അവൻ്റെ വണ്ടി പിടിച്ചു, എൻ്റെ വണ്ടി പിടിച്ചു, പിന്നെ എത്ര പൈസ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയും. നാളെ നമ്മുടെ വണ്ടി ആയിരിക്കും പിടിക്കുക. അതുകൊണ്ട് ഇപ്പം നമ്മൾ ചിരിച്ച് കളിക്കുന്ന ഒരു പരിപാടി ഒന്നും ആയിരിക്കില്ല അന്നേരം. അപ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ലോ ആൻഡ് ഓർഡറൊക്കെ നോക്കുക, കറക്റ്റായിട്ട് വണ്ടിക്ക് ബുക്കും പേപ്പറൊക്കെ ഉണ്ടോ, ഇതെങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ നോക്കി സമാധാനമായിട്ട് ചെക്ക് ചെയ്ത് മാത്രം വണ്ടി വാങ്ങുക. ഇല്ലെങ്കിൽ ഇതാണ് വള്ളി പിടിക്കും.